നമസ്കാരം. കർക്കിടക മാസം എത്തിക്കഴിഞ്ഞു. നമ്മുടെ വീടുകളിൽ ഇനി രാമായണ പാരായണത്തിന്റെ പുണ്യ നാളുകളാണ്. മനസ്സിലെ വിഷമതകൾ മാറ്റി പ്രകാശവും സമാധാനവും നിറയ്ക്കാനാണ് നാം രാമായണം വായിക്കുന്നത്. വെറുതെ പുസ്തകം വായിച്ച് തീർക്കുന്നതിനപ്പുറം ജീവിതത്തിൽ നമുക്ക് പകർത്തി എഴുതാൻ പറ്റുന്ന ഒട്ടനവധി കഥകൾ രാമായണത്തിലുണ്ട്. അതിലേറ്റവും ലളിതവും എന്നാൽ മനുഷ്യന്റെ മനസ്സിനെ ചിന്തിപ്പിക്കുന്നതുമായ ഒരു കഥയാണ് ശബരി എന്ന വൃദ്ധയുടേത്. കാട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു പാവം വനവാസി സ്ത്രീയായിരുന്നു ശബരി. ലോകവിവരമോ വലിയ ശാസ്ത്ര അറിവുകളോ ഒന്നും അവർക്കില്ലായിരുന്നു. ആരും അവരെ വലിയ കാര്യമായി ഗൗനിച്ചതുമില്ല. എങ്കിലും തന്റെ ഗുരുവായ മാതംഗ മഹർഷി പറഞ്ഞ ഒരു വാക്ക് അവർ ജീവശ്വാസം പോലെ നെഞ്ചിലേറ്റി. മകളെ, ഒരു ദിവസം ത്രേതായുഗനാഥനായ ശ്രീരാമൻ ഈ വഴി വരും. അന്നു മുതൽ ശബരിയുടെ ജീവിതം രാമന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് അവർ കാട്ടിൽ പോയി രാമന് കൊടുക്കാനായി നല്ല മധുരമുള്ള കാട്ടുപഴങ്ങൾ പറിച്ചു കൊണ്ടുവരും. കാട്ടുപഴങ്ങളിൽ ചിലത് കയ്പോ പുളിപ്പോ കാണും. തന്റെ പ്രിയപ്പെട്ട രാമന് കൊടുക്കുന്ന പഴത്തിന് യാതൊരു കേടും ഉണ്ടാവരുത്, അരുചിയും ഉണ്ടാകരുതെന്ന് കരുതി ശബരി ഓരോ പഴവും കടിച്ച് രുചി നോക്കിയ ശേഷം മാത്രമേ കുട്ടയിൽ വയ്ക്കുക ഉണ്ടായിരുന്നുള്ളൂ. മധുരമുള്ളത് മാത്രം രാമനായി മാറ്റിവെച്ചു. വർഷങ്ങളോളം അങ്ങനെ കാത്തിരിപ്പ് തുടർന്നു. യവനം മാറി വാർദ്ധക്യമായിട്ടും ഈ കാത്തിരിപ്പും പഴം ശേഖരിക്കലും തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ സീതാന്വേഷണത്തിനിടയിൽ ലക്ഷ്മണനൊപ്പം ശ്രീരാമൻ ആ ആശ്രമ വഴിയിൽ വന്നു ചേർന്നു. വർഷങ്ങളായുള്ള തന്റെ വലിയ സ്വപ്നങ്ങൾക്ക് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ വൃദ്ധയായ ശബരിക്ക് സന്തോഷമടക്കാനായില്ല. അവർ വിറയ്ക്കുന്ന കൈകളോടെ താൻ ശേഖരിച്ചു വെച്ച പഴങ്ങൾ രാമന്റെ മുന്നിലേക്ക് നീട്ടി. അപ്പോഴാണ് ലക്ഷ്മണൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച ശ്രദ്ധിക്കുന്നത്. ആ പഴങ്ങളെല്ലാം ശബരി കടിച്ചു നോക്കിയ എച്ചിൽ പഴങ്ങൾ ആയിരുന്നു. ലക്ഷ്മണൻ ദേഷ്യത്തോടെ അത് തടയാനാഞ്ഞു. ഒരു രാജാവായ രാമൻ എങ്ങനെയാണ് മറ്റൊരാൾ കടിച്ചു തുപ്പിയ എച്ചിൽപ്പഴം കൊടുക്കുക? അത് അശുദ്ധമല്ലേ? എന്നാൽ ലക്ഷ്മണനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശ്രീരാമൻ ആ പഴങ്ങൾ അതീവ സന്തോഷത്തോടെ വാങ്ങി കഴിച്ചു. കാരണം രാമൻ കണ്ടത് ആ പഴത്തിലെ എച്ചിലല്ല, മറിച്ച് ആ പാവം സ്ത്രീക്ക് തന്നോടുള്ള മായമില്ലാത്ത സ്നേഹമാണ്. തൻ്റെ ഭക്തയുടെ ആത്മാർത്ഥമായ ഭക്തിക്ക് മുന്നിൽ ഭഗവാൻ തോറ്റുപോയ നിമിഷമായിരുന്നു അത്. ആ കടിച്ച പഴങ്ങൾ ഭഗവാന് അമൃത് പോലെയാണ് തോന്നിയത്. ഒടുവിൽ ശബരിക്ക് രാമൻ മോക്ഷം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഈ ചെറിയ കഥ വലിയൊരു കാര്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന വഴിപാടുകളുടെ വലിപ്പത്തിലോ പണത്തിലോ അല്ല കാര്യം. നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയിലാണ് ദൈവം സന്തോഷിക്കുന്നത്. എത്ര വലിയ ആചാരങ്ങൾ അനുഷ്ഠിച്ചാലും ഉള്ളിൽ സ്നേഹമില്ല എങ്കിൽ അത് വ്യർത്ഥമാണ്. അഹങ്കാരമില്ലാത്ത നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചാൽ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉടനടി ഫലം കിട്ടിയില്ലെങ്കിലും ക്ഷമയോടെ കാത്തിരിക്കണം എന്നുകൂടി ഈ കഥ പറയുന്നു. ഈ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുമ്പോൾ ശബരിയെ പോലെ ശുദ്ധമായ ഒരു മനസ്സ് സ്വന്തമാക്കാൻ നമുക്കും പ്രാർത്ഥിക്കാം, നമുക്കും ശ്രമിക്കാം. ബാഹ്യമായ കോലാഹലങ്ങളിൽ നിന്നും മൊബൈൽ സ്ക്രീനുകളിൽ നിന്നും അല്പസമയം മാറി സന്ധ്യയ്ക്ക് നിലവിളക്കിന് മുന്നിലിരുന്ന് രാമായണം വായിക്കുമ്പോൾ ഈ ചിന്തകൾ കൂടെ ഉണ്ടാകട്ടെ. ഉള്ളിലെ അഹങ്കാരങ്ങളും മാറ്റി ഈശ്വര ചിന്തയോടെ മുന്നോട്ട് പോകാൻ ഈ രാമായണ മാസം എല്ലാവർക്കും സഹായിക്കട്ടെ. നന്ദി.